അപ്പൊ നമ്മള് പോവാൻ പോണ സ്ഥലം മീനാട് വയൽ. എൻ്റെ ഉമ്മയും മാമായും കുഞ്ഞായും എല്ലാവരും പഠിച്ച സ്ഥലം മീനാട് സ്കൂളാണ്. അപ്പൊ നമുക്ക് കാണാം. ഞങ്ങൾക്ക് മീനാട് അത്രയ്ക്ക് പരിചയമില്ല, കാരണം ഞങ്ങള് ഇവിടെ നല്ല ജീവിച്ചത്. നമ്മളൊരു ദിവസം അവിടെ നിന്ന് മീൻ പിടിക്കാൻ പോയില്ലായിരുന്നോ? പോയി. മീൻ പിടിച്ചിട്ട് അതൊന്നും കാണാതെ പോയി ഗൈസ്. കൊത്തിക്കൊണ്ട് പോയി. അപ്പൊ നമുക്ക് പോവാം. ബാ. നമ്മള് ഇപ്പൊ പോവാൻ പോവാണ്. പോവാം. ഗ്ലാസ് ഒക്കെ അല്ലായിരുന്നു. അപ്പൊ നമുക്ക് പോവാം. പോവാം. നമ്മളെ മീനാട് കണ്ടിട്ട് തന്നെ കാര്യം. മീനാടിന്റെ ഒക്കെ അകത്ത്, തിരുമുക്കിന്റെ ഒക്കെ അകത്ത്, ചാത്തന്നൂരിന്റെ ഒക്കെ അകത്ത് ഈ മുക്ക് കൊല്ലാക്കുഴി എന്ന് പറയും. ചന്തമുക്ക്. ഇത് എവിടെ കൂടിയൊക്കെ മനോഹരമായ പാട്ടുകളൊക്കെ കേൾക്കുന്നു ഗൈസ്. ഇത് നല്ല മനോഹരമായ, ഇത് ഗ്രാമം കണക്കാണ് ഈ സ്ഥലം. അതാ നല്ല മനോഹരമായ. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെയൊക്കെ വരുന്നത്. ആദ്യമായിട്ട് നമ്മളിതുവരെ ഇവിടെ വന്നിട്ടില്ലല്ലോ. എനിക്ക് ഓർമ്മയൊന്നുമില്ലേ? അന്ന് ഉമ്മയായിട്ട് വോട്ട് ചെയ്യാൻ വന്നപ്പോ അല്ലേ? ഓക്കെ. ഞാൻ മറന്നൊക്കെ പോയി. ഗ്ലാസ് തുറന്നിട്ട് ഇവിടുത്തെ അമ്പലത്തിലെ പാട്ടൊക്കെ കേൾക്കാം. തുറന്നിട്ടൊക്കെ കേൾക്കുന്നുണ്ട്. സീ ബെൽറ്റ് ഒക്കെ ഇടണമെന്നൊക്കെ ഉണ്ടോ? കിടക്കട്ടെ. കണ്ട വലിയ ആല്. ഇത് കൊള്ളാം. ആല്. അപ്പൊ ഇവിടെ നമ്മള് സിനിമയിലൊക്കെ കാണുന്ന പോലെ പ്രേതത്തിനൊക്കെ തറച്ചാണോ? നമ്മള് തേക്ക് നോക്കാൻ വന്ന തേക്ക് കാണണോടെ ശാക്കറ. ഷുഹൈബ് പറഞ്ഞു വെച്ച തേക്ക് താണ്ട് ഈ തേക്ക്. ഇവിടെ നല്ല അടിപൊളി മനോഹരമായ ഒരു വീട്ടില് ബോഗൻവില്ല ഇങ്ങനെ. ബോഗൻവില്ല എന്നാ അറിയാം. മനസ്സിലായി. കുഞ്ഞു വഴിയല്ലേ, നമ്മളൊരിക്കലും അവരെ ബുദ്ധിമുട്ടിക്കരുത്. അവരെങ്ങനെയെങ്കിലും ഒക്കെ ഏതോ നോക്കി അളന്ന് മുറിച്ച് കയറ്റുന്നു. നമ്മളിതിലെ കൂടെ ഒക്കെ എന്തുമാത്രം നടന്ന പണ്ട് ഒരുപാട് നടന്നിട്ടുണ്ട്. ഒരു കടയുണ്ടായിരുന്നു. ഇവിടുന്ന് എനിക്ക് ഉമ്മച്ചിക്ക് ഒരു റൈസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഈ റൈറ്റ് സൈഡിലായിരുന്നു ആ കട. ഇവിടെ നേരെ ആയിഷ അവിടെ നേരെ പോയി നമ്മൾ പഠിച്ച മദ്രസയിൽ പോയി. ഇവിടെ നേരെ പോയി അവിടെയാണ് വോട്ട് ചെയ്യാൻ പോയത്. ഇവിടെ ഒരു കടയുണ്ടായിരുന്നു. ആ കട ഇങ്ങനത്തെ കടകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പോഴും ഉണ്ട്. ഏർമാട കട കണക്ക് ചെയ്യും. മറ്റേ വയനാട്ടിലൊക്കെ പോവാ. അത് തന്നെ അവിടെയൊക്കെ ഉള്ള കണക്ക് ഏർമാടം കൊച്ചു പിള്ളേരെ കട. പക്ഷെ റോഡൊക്കെ ശരിയാക്കിയില്ലേ? റോഡൊക്കെ മറ്റേ ഓടയിലിരുന്ന പോലത്തെ സ്ലാബ് ഇട്ടെന്നു. ഈ കുഴിയിലോട്ട് കാണിക്കേ. വയല് കണ്ട ഇവിടെ ഇന്ന വയല് കാണാമോ? കണ്ട് ഇവിടെ പാമ്പൊന്നും ഇവിടെ അപകടം നടക്കുന്ന ഒരു സ്ഥലമാണ്. വീണ് കഴിഞ്ഞാൽ കുഴിയില്ല, മൊത്തം അങ്ങ് താഴെ എത്രയോ അടി താഴ്ച. വെള്ളമൊക്കെ അടിച്ചിട്ട് വരുന്നവന് തീർന്നില്ല. ഇവിടെ വീടൊക്കെ വെക്കുന്നുണ്ട്. പക്ഷെ വീടൊക്കെ വെച്ച് കേട്ടാ കുഴിനകത്തുമായിരിക്കാം. ഒന്നും മനസ്സിലാവുന്നില്ല, മറന്നുപോയി. നമ്മളെ സ്ഥലം കഴിഞ്ഞു. പഞ്ഞിക്ക നമ്മളെ വീട്ടിന്റെ അടുത്ത ഒരു കടയുടെ മുന്നിലുണ്ടല്ലോ, നമുക്ക് അവിടുന്ന് വല്ലോ. നമ്മള് മദ്രസയുടെ പള്ളിയാണ്. ബാക്കിലാണ് മദ്രസ. ഇതിലേ കൂടി നിങ്ങൾ പോവോ? ഒരുപാട് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പാല് വാങ്ങാനൊക്കെ അവിടെ AC ഒക്കെ വെച്ചാ. ഇവിടെയാണ് നമ്മള് പാല് വാങ്ങാനൊക്കെ വരുന്നത് കുഞ്ഞിലെ. ഈ വീടാ. വയല്.
ഒതുക്കും മാമ. അപ്പൊ നമുക്ക് കാഴ്ചകളും കണ്ട് പയ്യെ പോവാ. ഈ വയലിന്റെ നടുക്കൂടെ നടക്കാൻ ഒരു സ്ഥലം ഇടുമല്ലോ, അതുണ്ട് ഇവിടെ. ഇവിടെ നമ്മൾ ഒരുപാട് മീനെ പിടിച്ചു. വെള്ളം കേറിന്ന് തോന്നുന്നു. വെള്ളം കുറഞ്ഞ് അടിപൊളിയാ. ഇവിടെ ഒരു പരല് മീനുണ്ട്. മറ്റേ അവിടെ ഒന്നും പോവാൻ ഇറങ്ങണ്ട. പക്ഷെ വെള്ളം കുറഞ്ഞ് വേനലായപ്പോ. അവിടെ അങ്ങോട്ട് നിന്നേ. ഇവിടെയാണ് കുതിരയെടുപ്പൊക്കെ നടക്കുന്നത്. ഇവിടെ ദാണ്ട് ഈ വയലില് ഇവിടുന്ന് ഇങ്ങനെ കുതിര ഉത്സവ സമയത്ത് ഇവിടുന്ന് ഇങ്ങനെ കുതിരയെ കൊണ്ടുവന്ന് അവിടെ വെക്കും. അമ്പലത്തിന്റെ നേരെ ഇവിടെ കൊണ്ടുവന്ന്. പിന്നെ കൊക്ക് വെള്ള എല്ലാ കളർ 2 കളറുണ്ട്. ഒഴുക്കൊന്നും ഇല്ല. മുമ്പൊക്കെ നല്ല ഒഴുക്കുണ്ടായിരുന്നു. അടിപൊളി സ്ഥലമായിരുന്നു ഇത്. ഇവിടെ പരലുണ്ട്. മറ്റേ വെള്ളത്തിൽ മുങ്ങിപ്പോവും. വെള്ളം ഇല്ലടേ. വേണ്ട, വെള്ളം ഇല്ല ഒട്ടും. ഇതിപ്പം പശുവിനെയൊക്കെ കുളിപ്പിച്ചാണെന്ന് തോന്നുന്നു. ചാടി ചാടി ഒന്ന് പോയിട്ട് വന്നേ. അതിലെ കൂടെ ഇങ്ങനെ അപ്പുറത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പാലം എന്ന് പറയാൻ പറ്റത്തില്ല. അവന്മാരെ കൊണ്ട് പൊക്കിട്ടോ. ചാടാൻ ഒക്കത്തില്ല. നമുക്ക് വയലിൻ്റെ അടുത്ത് പോവാം. ചാടല്ലേ. കണ്ട നമ്മളെയൊക്കെ നാട്ടിൽ ഈ വയലൊക്കെ കാണാൻ പോലും ഇല്ല സാധനം. എൻ്റെ കൂടെ വരണമെന്നും പറഞ്ഞ് നിർബന്ധം പിടിച്ചിറങ്ങുമോ? ഞാനീ പിടിച്ച് കയറ്റിയിട്ട് വാ പിടിക്കരുത്. അത്രയ്ക്ക് വലിയ ഒഴുക്കൊന്നുമില്ല. ഓഹോ, സുഖമായിട്ട് കയറാം. അവിടെ ഇറങ്ങും. ചേറ് വെള്ളം അതവിടെ ഇടകട്ട്. രണ്ടെണ്ണം കൂടി എന്നെയും വിളിച്ചുകൊണ്ട് വന്ന് യാഗ ചെരുപ്പൊന്നും വേണ്ട. പോ 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 വാ. ഇയാള് വരണ്ട. ആള് വേണമെങ്കിൽ വാ, ഇല്ലെങ്കിൽ അവിടെ കടാ. വാ. നടക്കാനൊക്കെ പറ്റും, പക്ഷേ നടക്കണ്ട. ഇറങ്ങി കുഴപ്പമില്ല. അവിടെ ഒന്നുമില്ല. വെള്ളം ഇല്ലാത്തോണ്ട് പേടിക്കണ്ട. ഒന്നും കുഴപ്പമൊന്നുമില്ല. വയലില് വെള്ളമൊന്നുമില്ല. വെള്ളമൊക്കെ വറ്റി. ഈ വേനൽ ഏത് വെള്ളമാണ് വറ്റാത്തത്? അത് പുല്ല് പറിക്കുക അവര്. മറ്റേ ഈ ഏത് ഇത് നെല്ലാണ്. ഇതിന്റെ ഇടയിൽ നിന്ന് ഈ പുല്ല് നിപ്പുണ്ട്. വേണ്ട, അവിടെയൊക്കെ ചിലപ്പോ അത് പിച്ചാനുള്ളതാണെങ്കിലോ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? ഇതിലെ ഇവിടേക്ക് ഈ മതിലൊക്കെ വരുന്നതിന് മുമ്പ് ഫുള്ള് വയലായിരുന്നു. നമ്മൾ ഇതിലേക്കൂടെയൊക്കെ നടന്നുകൊണ്ട് ഇല്ല. അവിടെയാണ് നമ്മളെ സ്കൂള്. അങ്ങ് പോണം. ആ നീല പെയിന്റ് അടിച്ച് അവിടെയാണ് നമ്മളെ സ്കൂള്. നമ്മൾ അങ്ങ് വരെ പോണമായിരുന്നു. കൊള്ളോ? ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് വയല് കാണുന്നത്. ആമിനൊക്കെ ഇഷ്ടപ്പെട്ട? അതുപോലെ ഇത്ര മനോഹരമായൊരു വയൽ. സൂര്യനൊക്കെ ചെറുതായി വെള്ളം ഒഴിക്കുമ്പോ ഒരു പൊട്ടുന്ന സാധനം ഉണ്ടല്ലോ.
പൊട്ടുന്ന സാധനമൊന്നുമില്ല, നമുക്ക് വാങ്ങാം. പിന്നെ ഞങ്ങള് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ സ്ഥലമൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങാൻ പോവുക. രാത്രി ആവുന്നതിന് മുമ്പ് നമ്മൾ അടുത്ത സ്ഥലം പിടിക്കണം. പോട്ട് ഏതാ തുണി നല്ലൊന്നും അല്ല. പോട്ട് കഴുകിയിട്ടുണ്ടായിരിക്കും. പോ കേറുന്ന നോക്കിയേ, കോമഡി അല്ല. തവള കയറുന്നാണൊക്കെ കയറുന്നു. വല്ല കാര്യമുണ്ടോ നോക്കി, അഹങ്കാരി. അപ്പൊ നമ്മൾ പോകുന്നു. നമ്മള് നാച്ചുറാലിറ്റിയിലല്ലായിരുന്നു നമ്മളൊക്കെ വളർന്നത്. കൊള്ളാം. മാനത്തണ്ണിയെ കിട്ടത്തില്ല. മാനത്തണ്ണി ഉണ്ട് ഇതില്. ടോർച്ച് വെച്ച മീനല്ല, മാനത്ത് കണ്ണി. സൗണ്ട് കേൾക്കുമ്പോ പോവത്. ടോർച്ച് വെച്ച മീനാ? കാണാൻ പറ്റത്തില്ല, ഭയങ്കര പാടാ. കലയും കിടക്കുന്നു. ഇവിടെ മീനുണ്ട്. ദോ കണ്ട കലക്കുന്നുണ്ട മീൻ അടിയില്. ആ ടോർച്ച് വെച്ച മീൻ. ഇല്ല, അല്ലേലും കിട്ടത്തില്ല ക്യാമറ. കലങ്ങുന്ന വലിയ മീനുണ്ട് അടിയില്. ബ്ലാങ്ക് ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്കൊരു കാര്യം, അടുത്ത പ്രാവശ്യം വല ഉണ്ട്. ഊതാ പെരുമഴ. കൊക്ക് ചുമ്മാ അല്ല, ഇവിടെ ഒന്ന് പിടിച്ചിട്ടൊക്കെ പോണം. കൊക്കിന് തിന്നാനുള്ളോ? അതാണ് മാനത്ത് കണ്ണത്. വാ, ഇനി മുമ്പോട്ട് പോവാം നമുക്ക്. ഞങ്ങൾ ഇവിടുത്തെ ഒരു പാലം കേറാൻ പോവാണ് ഗൈസ്. ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പത്തേക്ക് ഇത് കണ്ടോ ഗൈസ്, ഇതൊരു പാലം. സൂര്യൻ നോക്ക, ഒരു ഓറഞ്ച് നിറത്തില്. പൊളി ഗൈസ്, പൊളി. ഞങ്ങള് പാലത്തിൽ കൂടി ഇപ്പൊ പോവാൻ പോവാണ്. ഏതാ പാലമെന്ന് എനിക്കറിഞ്ഞൂടാ. നമ്മൾ അന്ന് മീൻ പിടിച്ചതല്ല അവിടുന്ന്. അന്ന് എവിടുന്ന്? അവിടുന്നാണ് മീൻ. ഓർമ്മയുണ്ട്. ഇതാണ് നമ്മളെ സ്കൂള്. മീനാട് സ്കൂള്. കൊള്ളാം ഗൈസ്. ഇപ്പൊ UP ഒക്കെ ആയി കാണില്ലേ ഗൈസ്? ഇവിടുന്ന് നോക്ക് ഗൈസ്, ഇത് നോക്ക് ഗൈസ്. ഒരു പച്ച മെത്ത വിരിച്ചണൊക്കെ ഉണ്ട് ഗൈസ്. അത് കൊള്ളാം, പച്ച മെത്ത. ആനയൊക്കെ നിക്കണമായിരുന്നു. ആനയ്ക്ക് വരെ പോത്തുണ്ടല്ലോ. സ്കൂളിൽ കയറാണോ? അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും കാണാം. വീണ്ടും വരാന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. ടാറ്റാ.